വാർത്തകളിലേക്ക്. കൊല്ലത്ത് പേവിഷബാധയേറ്റ് യുവാവ് മരിച്ച സംഭവത്തിൽ എങ്ങനെയാണ് പേവിഷബാധയേറ്റതെന്ന് പരിശോധന തുടരുകയാണ്. ഇന്നലെയാണ് കടയ്ക്കൽ കുറ്റിക്കാട് സ്വദേശി ബൈജു മരിച്ചത്. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിലാണ് മരണം പേവിഷബാധയേറ്റാണെന്ന് സ്ഥിരീകരിച്ചത്. എസ് വിനീഷ് കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് ചേരുകയാണ്. വിനീഷ്, ഈ പേവിഷബാധയേറ്റാണ് മരിച്ചത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമായി. പക്ഷേ ഏത് സാഹചര്യത്തിൽ പേവിഷബാധയേറ്റു എന്ന് സ്ഥിരീകരിക്കാനോ മനസ്സിലാക്കാനോ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ഈ കുടുംബത്തിനൊന്നും ഇതുമായി ബന്ധപ്പെട്ട ഒരറിവുമില്ലേ? ആര്യ, ചൊവ്വാഴ്ച പകലായിരുന്നു കൊല്ലം കടയ്ക്കൽ സ്വദേശി 44-കാരൻ ബൈജുവിനെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നത്. കടുത്ത ശ്വാസം മുട്ടും മറ്റും അസ്വസ്ഥതകളോടെയാണ് ഇയാളെ കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അസുഖം വീണ്ടും മൂർച്ഛിക്കുന്ന അവസ്ഥയായതോടെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് ബൈജുവിനെ മാറ്റാനായി ഡോക്ടർമാർ നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ബൈജു ഇത് അനുസരിക്കാൻ തയ്യാറാകാതെ വീട്ടിലേക്ക് മടങ്ങി എന്നാണ് അറിയുന്നത്. അന്ന് രാത്രിയിൽ തന്നെ ഇയാൾക്ക് രോഗം ഗുരുതരമായി മൂർച്ഛിച്ച ഒരു സാഹചര്യമുണ്ടായി. ഉടൻ തന്നെ നാട്ടുകാരും വീട്ടുകാരും ചേർന്നാണ് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ അയാളെ പ്രവേശിപ്പിച്ചത്. പക്ഷെ അയാളുടെ മരണം സംഭവിക്കുകയായിരുന്നു. അതുപോലെ തന്നെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായിട്ട് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മൃതശരീരം മാറ്റുന്നത്. അങ്ങനെ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം ബന്ധുമിത്രാദികൾക്കും മൃതശരീരം വിട്ടു നൽകുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇയാളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നത്. ഇതിൽ പേവിഷബാധയേറ്റാണ് മരണം സംഭവിച്ചത് എന്നാണ് അറിഞ്ഞത്. തുടർന്ന് വീട്ടുകാരുമായി ആരോഗ്യവകുപ്പ് സംസാരിച്ചപ്പോൾ ഏകദേശം ഒരു 6 മാസം മുൻപ് ഇയാളെ തെരുവുനായ ആക്രമിച്ചിരുന്നതായി പറയുന്നുണ്ട്. തുടർന്നാണ് ഇയാൾ വാക്സിൻ എടുക്കാൻ തയ്യാറാകാതെ ഇരുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണ് ഈ ഒരു സംഭവത്തിലേക്ക് എത്തിയതെന്നുള്ള ചില സൂചനകളാണ് ഈ ആരോഗ്യ വിഭാഗത്തിന് വീട്ടുകാർ നൽകിയത്. പക്ഷേ ഇതാണോ കാരണം എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് വ്യക്തത പറയാൻ കഴിയില്ല. ആര്യ, അന്വേഷിക്കുന്നുണ്ട്. എന്തായാലും ഈ അന്ന് തന്നെ, അതായത് കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ ഇയാളുടെ മരണം സംഭവിച്ചപ്പോൾ തന്നെ ഇയാളെ പരിചരിച്ച ഡോക്ടർമാരും മറ്റ് നഴ്സുമാർ ഉൾപ്പെടെ പേവിഷബാധ എടുത്തിരുന്നു. അതുപോലെ തന്നെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിയ പോലീസ് അധികാരികൾ അവരെല്ലാം വാക്സിൻ എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബൈജുവുമായി ഇടപഴകിയിട്ടുള്ള അവർ എല്ലാവരും, വീട്ടുകാർ ഉൾപ്പെടെ എല്ലാവരും വാക്സിൻ എടുക്കണം എന്നുള്ളൊരു നിർദ്ദേശവും ആരോഗ്യ വിഭാഗം നൽകിയിട്ടുണ്ട്. ആര്യ, എസ് വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും 6 മാസം മുമ്പ് ബൈജുവിന് തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. പക്ഷെ ആ ഘട്ടത്തിൽ വാക്സിൻ എടുക്കാൻ ബൈജു ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് മരണം സംഭവിച്ചത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാണ്, പോസ്റ്റ്മോർട്ടത്തിലാണ് ഇത്തരത്തിൽ പേവിഷബാധയേറ്റാണ് മരണമെന്ന സ്ഥിരീകരണം വന്നിട്ടുള്ളത്. എന്തായാലും കൂടുതൽ പരിശോധനകൾ, ഏത് ഘട്ടത്തിലാണ് ഏത് സാഹചര്യത്തിലാണ് പേവിഷബാധയേറ്റത് എന്നത് സംബന്ധിച്ച പരിശോധനകൾ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്.